നമസ്കാരം. മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇടതുപക്ഷ അംഗങ്ങളുടെ അംഗബലം കൂടിയാൽ അത് ഗുണം ചെയ്യും എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. BJP ഇതര സർക്കാരുകൾക്ക് അങ്ങനെ വലിയ തോതിലുള്ള ഒരു അസിസ്റ്റൻസോ ഒരു പദ്ധതികളോ ഒക്കെ പ്രഖ്യാപിക്കുന്നതിൽ ഇവർക്ക് വിമുഖതയുണ്ട്. ടൂറിസം രംഗത്ത് നമുക്കൊരു വിഷൻ ഇല്ല. പല രൂപത്തിലും നമ്മുടെ മന്ത്രിമാരൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് കൊണ്ട് ആക്ച്വലി കുറേ ടാക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലേക്ക് അത് വരുന്നില്ല. ഇന്ത്യയിലെ മറ്റ് സ്കൂളുകളിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അഡ്വാൻസ് ആയിട്ട് ടെക്നോളജി വെച്ച് പഠിപ്പിക്കുന്ന ക്ലാസ് മുറികൾ നമ്മുടേതാണ്. 50,000 ക്ലാസ് മുറികൾ നമ്മൾ ഹൈടെക് ആക്കിയിട്ടുണ്ട്. നിയമസഭയിലോ പാർലമെൻറ്റിലോ ഞങ്ങൾക്ക് ഒരിടം പോലും തരാത്ത സ്ഥലം, തരാത്തവരോട് ഞങ്ങളിങ്ങനെ പ്രതികാരം ചെയ്യും. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ആലപ്പുഴയുടെ MP-യും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതാവുമായ ആരിഫ് അവറുകളാണ്. നമസ്കാരം. നമസ്കാരം. നമ്മുടെ എലക്ഷൻ നമ്മുടെ പടിവാതിക്കലെത്തി നിൽക്കുകയാണ്. സിറ്റിംഗ് MP എന്നുള്ള നിലയിൽ താങ്കൾ തന്നെ മത്സരിക്കും എന്നുള്ള വാർത്തകൾ വരുന്നു. എന്താണ് ഇലക്ഷനെ എങ്ങനെയാണ് നേരിടാൻ ഉദ്ദേശിക്കുന്നത്? ഇലക്ഷന് പൊതുവെ LDFന് അനുകൂലമായൊരു സാഹചര്യം രൂപപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ BJPയെ അവരുടെ വർഗീയവും കോർപ്പറേറ്റ് അനുകൂലവുമായ നയങ്ങളെയും നിലപാടുകളെയും കുറച്ചുകൂടി ശക്തമായി എതിർക്കുന്നതിനും ഇന്ത്യയിലെ വിവിധ നിലകളിൽ നിൽക്കുന്ന പ്രതിപക്ഷത്തെ ഒന്ന് കൂട്ടിയോജിപ്പിച്ച് സ്വാർത്ഥമോഹങ്ങളില്ലാതെ 2004 പോലെ ഒന്ന് കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുവരാൻ ഇടതുപക്ഷ അംഗങ്ങളുടെ അംഗബലം കൂടിയാൽ അത് ഗുണം ചെയ്യും എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ മുമ്പിൽ. ആ എക്സ്പീരിയൻസ് ഇപ്പോൾ നമ്മുടെ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തെ മതേതര വിശ്വാസികൾ, പ്രത്യേകിച്ച് ഭീഷണി നേരിടുന്ന മതന്യൂനപക്ഷങ്ങളൊക്കെ ആ നിലയിൽ ചിന്തിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം കോൺഗ്രസ്സിന് നല്ല നിലയിൽ കഴിഞ്ഞ തവണ UDFന് നല്ല സീറ്റ് ബലം കൊടുത്തു നോക്കി. ആ കൊടുത്തു നോക്കിയത് വേണ്ടത്ര നിലയിൽ അവർ പ്രയോജനപ്പെടുത്തിയില്ല. പാർലമെൻറ്റിനകത്തും പുറത്തും പ്രധാനമന്ത്രിയാകും എന്ന് പ്രതീക്ഷിച്ചിരുന്ന കരുതിയാണ് ആളുകൾ കൂട്ടത്തോടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും. അദ്ദേഹം പ്രധാനമന്ത്രിയായില്ലെന്നതോ പോട്ടെ, പാർലമെൻറ്റിൽ വരിക പോലും ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ പാർലമെൻറ്റിൽ 113 സംവാദത്തിലാണ്, ഡിബേറ്റിലാണ് പങ്കെടുത്തത്. ബഹുമാനായ രാഹുൽ ഗാന്ധി അത്രയൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം അദ്ദേഹം ഒരു ദേശീയ നേതാവാണ്. പലപ്പോഴും അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിലും പോകേണ്ടി വരും, പല ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ 8 ഡിബേറ്റിലേ പങ്കെടുത്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കർഷക സമരം, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, രാജ്യവിളക്കി പറഞ്ഞ എത്രയോ പ്രശ്നങ്ങൾ, അംബാനി പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പെഗാസ്, ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ പാർലമെൻറ്റ്, മണിപ്പൂർ, ഇതൊക്കെ കലങ്ങി മറിയുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ വരാൻ പോലും കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിലത്തെ ഈ പാർലമെൻറ്റിലെ സെഷൻ നടക്കുമ്പോൾ പോലും ഒരു കാര്യമില്ലാതെ അദ്ദേഹം ഇപ്പോൾ ന്യായ് ജാഥയോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പാർലമെൻറ്റ് വെളിയിലാണ്. പിന്നെ കുറച്ച് സമയം അദ്ദേഹം വിദേശത്താണ്, ഇവിടെ പോകുന്നത് പോലും ആർക്കും അറിയാൻ പാടില്ല. അപ്പം ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതൃനിരയിൽ പോലും അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ലോകസഭയിലെ പ്രതിപക്ഷ നേതൃനിരയിലെ UDFൻ്റെ കോൺഗ്രസിൻ്റെ പെർഫോമൻസും വളരെ മോശമായിരുന്നു. പ്രതിപക്ഷങ്ങളെ കൂട്ടിവയ്പ്പിക്കാൻ ഒരിക്കലും കഴിഞ്ഞില്ല. പ്രതിപക്ഷം ധാരാളം വിള്ളലുകൾ ഉണ്ടാകുന്ന സംഭവങ്ങളുണ്ടായി. ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞില്ല. നേരെ മറിച്ച് ഇടതുപക്ഷത്തിന് കുറച്ച് ആളുകൾ ആൽബലം ഉണ്ടായിരുന്നെങ്കിലും അത് സ്വാഭാവികമായും കൂട്ടിയോജിപ്പിക്കപ്പെടും, ലീഡർഷിപ്പായി വരും. ആൽബലമില്ലാതെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ 2-3 പേരെ വെച്ചിട്ട് ഞങ്ങളെക്കാൾ കൂടുതൽ സീറ്റുള്ള ആളുകളെ വിളിക്കാൻ ചെന്നാൽ അവർ മൈൻഡ് പോകും. അപ്പോൾ ആ നിലയിൽ പ്രതിപക്ഷം ദുർബലമാക്കപ്പെട്ടതിൽ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് കിട്ടിയത്, യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്ന് കൂടുതൽ സീറ്റ് കിട്ടിയത് നെഗറ്റീവായി വന്നു. ഈ സന്ദർഭത്തിൽ ആക്റ്റീവായി നല്ല നിലയിൽ പെർഫോം ചെയ്യേണ്ട. പിന്നെ ഞാൻ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റത്തില്ല. ബഹുമാനരായ എൻ്റെ കോൺഗ്രസിൻ്റെ സ്നേഹിതന്മാർ തങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിരിക്കുന്നത് കേന്ദ്ര ഭരണകക്ഷി എതിർക്കാനുള്ള പ്രതിപക്ഷമായിട്ടാണ്. പാർലമെൻറ്റിൽ കേന്ദ്രത്തിലെ പ്രതിപക്ഷമാണ്, നിയമസഭയിലെ പ്രതിപക്ഷമല്ല. പക്ഷെ പലപ്പോഴും അവർ പലപ്പോഴും അവിടെ സ്റ്റേറ്റിലെ പ്രതിപക്ഷം എന്നുള്ള മൂഡിൽ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള അവർ ഡേറ്റാസ് നിങ്ങൾ എടുത്ത് വെച്ച് നോക്കിയാൽ അവർ PRSൽ അവർ ചെയ്തിട്ടുള്ള ഇതെല്ലാം കിട്ടും, അവൈലബിൾ ആണ്. ഭൂരിപക്ഷം പേരും അവതരിപ്പിച്ചിട്ടുള്ള സബ്മിഷനിൽ നിങ്ങൾക്ക് എടുത്ത് വെച്ച് നോക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പിണറായി ഞങ്ങൾക്ക് വേണ്ടതൊന്നും തരുന്നില്ല, അത് നിങ്ങൾ തരണം. പിണറായി ഞങ്ങളെ ഗൗനിക്കുന്നില്ല, അത് തരണം. ഇവിടെ എന്താണ് ശബരിമലയിൽ വലിയ ക്യൂവും പ്രശ്നങ്ങളും ഉണ്ടായി. അതിൻ്റെ കാരണം നവകേരള സദസ്സിന് പോലീസ് പോയതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെ ഉള്ള പൊട്ടത്തിലില്ല. എത്രയോ ലക്ഷക്കണക്കിന് പോലീസ് അംഗങ്ങളുള്ള സേനയിൽ പിന്നെ നവകേരള സദസ്സിന് മൊത്തം എടുത്ത ഒരു ഇനി ഇവർ പറയുന്ന പോലെ അങ്ങേറ്റം പെരുപ്പിച്ച് പറഞ്ഞ 1 ലക്ഷം പോയാലും ബാക്കി കിടക്കല്ലേ ഇവിടെ സേന. അപ്പം ഇങ്ങനെയുള്ള എന്താ പറയുക പ്രിമിറ്റീവായിട്ടുള്ള വളരെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയുന്ന ഒരു പാർലമെൻറ്റിലാണ് എൻ്റെ സഹപ്രവർത്തകരായ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ പാർലമെൻറ്റിൽ എല്ലാവരും ഞാൻ പറയുന്നുണ്ട് നല്ലോണം പെർഫോം ചെയ്തവരും ഉണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അവർ പോലും ചിലപ്പോൾ ലീഡിങ് ക്വസ്റ്റ്യനാണ്. ബുദ്ധിയുള്ളവരുടെ ഒരു ലീഡിങ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ഗവൺമെൻറെ കുറ്റപ്പെടുത്താനുള്ള ലീഡിങ് ക്വസ്റ്റ്യൻ പാർലമെൻറ്റിൽ ചോദിച്ചു കളയും. ലീഡിങ് ക്വസ്റ്റ്യൻ നമ്മൾ കോടതി ചോദിക്കുന്ന ലീഡിങ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്ന ഉത്തരം വരാൻ വേണ്ടിയിട്ടുള്ള ചോദ്യം ചോദിക്കും. അങ്ങനെ ചോദിച്ച് ഞങ്ങൾ കേരളത്തിന് വേണ്ടി വാദിക്കുന്ന ചില ആളുകളും ഉണ്ട്, ബുദ്ധിമാന്മാർ. നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷനിൽ മൊത്തം 20 സീറ്റിൽ 19 സീറ്റ് UDF കിട്ടി. ഒരു സീറ്റ്, അതായത് ഇവിടെ ആലപ്പുഴയിലും തോറ്റുപോയിരുന്നെങ്കിൽ വലിയ രീതിയിൽ ഒരു വലിയ തിരിച്ചടിയാവുന്നതായിരുന്നു. പക്ഷേ ഇവിടെ വളരെ നല്ല മെച്ചപ്പെടുത്തുകയും നല്ല രീതിയിലുള്ളൊരു ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടാവുകയും വിജയം കൈവരിച്ചെടുക്കുകയും ചെയ്തതാണ്. പക്ഷേ പാർലമെൻറ്റിൽ ചെല്ലുന്ന സമയത്ത് കേരളത്തിൽ ഒരു MP മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ആലപ്പുഴ എന്നുള്ളൊരു പിന്നോക്ക ജില്ലയാണ്. ആലപ്പുഴയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങളുണ്ട്, കയറിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മറ്റ് ജില്ലകളിൽ ഇല്ലാത്ത കുറേ വിഷയങ്ങളുള്ള സ്ഥലമാണ്. ഇതിനൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്, എന്താണ്? ഇവരുടെ ഒരു BJP ഗവൺമെൻറ് നയപരമായ ഒരു രീതി എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾക്കും അവർ കോൺഗ്രസ് BJP ഇതര സർക്കാരുകൾ എന്നൊരു വ്യത്യാസം അവരുടെ നയത്തിലുണ്ട്. ആ നയമനുസരിച്ച് BJP ഇതര സർക്കാരുകൾക്ക് അങ്ങനെ വലിയ തോതിലുള്ള ഒരു അസിസ്റ്റൻസോ ഒരു പദ്ധതികളോ ഒക്കെ പ്രഖ്യാപിക്കുന്നതിൽ ഇവർക്ക് വിമുഖതയുണ്ട്. എന്നാൽ ഇതെല്ലാം ഉള്ളപ്പോൾ പോലും നമുക്ക് മന്ത്രിമാർ, വകുപ്പുകൾ, ഉദ്യോഗസ്ഥന്മാർ ഇവരെയൊക്കെ നമുക്ക് സ്വാധീനിക്കാൻ നമുക്ക് പറ്റുന്നത് പരമാവധി പ്രയോജനപ്പെടുത്തണം. നമ്മളിപ്പോൾ BJPയുടെ നയം എന്താ? ഭൂമി ഏറ്റെടുത്ത് തരുന്ന സർക്കാരുകൾക്ക് മാത്രം റെയിൽവേയുടെ ഡബിളിങ് കൊടുത്താൽ മതി. സ്റ്റേറ്റ് ഗവൺമെൻറ് ഡബിളിങ്ങിന് ഭൂമി എടുത്തു തരുമോ പാത ഇരട്ടിപ്പിക്കാൻ? എങ്കിലേ ഞങ്ങൾ ഇരട്ടിപ്പിക്കാനുള്ള പൈസ തരും. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ഭൂമിയുടെ സ്ഥലവിലയുടെ കുറച്ച് സ്ഥലങ്ങളിൽ പൈസ തരുമോ? എങ്കിലേ ഞങ്ങൾ നാഷണൽ ഹൈവേ നിർമ്മിച്ചു കൊടുക്കൂ. ഇങ്ങനെ ഒരു പോളിസിയാണ് അവർക്കുള്ളത്. അത് പ്രകാരം ആലപ്പുഴക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ തീരദേശ റെയിൽവേ പാത ഉണ്ടാക്കിയെടുത്ത് കിടക്കുകയാണ്. 40-45 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തുവോ അവിടുന്ന് അങ്ങോട്ട് ചെറിയ ഡെവലപ്മെൻറ്റ്സൊക്കെ വന്നിട്ടുണ്ട്. പാത ഇരട്ടിപ്പിക്കൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ മുഖ്യമായ പ്രശ്നം. നല്ല ട്രെയിൻ ഓടത്തുള്ളൂ, ഒറ്റ ലൈനിൽ ഓടുന്നതിനൊരു ലിമിറ്റ് ഇല്ല. വന്ദേ ഭാരത് വരുമ്പോൾ മറ്റു ട്രെയിനിലെ പിടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞാൽ വലിയ പരാതിയാണ് വരുന്നത്. അപ്പോൾ വന്ദേ ഭാരത് വന്നത് നല്ല കാര്യമാണ്, നല്ലൊരു ഇതാണ്, കാര്യം നമ്മൾ ഗവൺമെൻറ് അംഗീകരിക്കുകയാണ്. പക്ഷെ അത് വരുമ്പോൾ മറ്റുള്ള ട്രെയിനുകളെല്ലാം പിടിച്ചിടുകയാണ്. അപ്പോൾ ആ കൂട്ടരും നമ്മളടുത്ത് വരികയാണ് യാത്രക്കാർ. ഞാൻ പറഞ്ഞത് പാത ഇരട്ടിപ്പിക്കാൻ പോകാനാവില്ല. പലവട്ടം ഗവൺമെൻറ്റിനെ സമീപിച്ചു, പലവട്ടം ഗവൺമെൻറ് നിലപാട് നിങ്ങൾ ഈ പീയൂഷ് ഗോയൽ എന്ന് പറയുന്ന ബഹുമാനായ പീയൂഷ് ഗോയൽ മുൻ റെയിൽവേ മന്ത്രി, അത് മിസ്റ്റർ പിണറായി ടേക്ക് ലാൻഡ്, ടേക്ക് പ്രോപ്പർട്ടി, വി ഷാൽ ഡു എന്നാണ് പറയുന്നത്. അല്ലാതെ ലാൻഡ് എടുക്കാനാണ് പറയുന്നത്. നിങ്ങൾ ലാൻഡ് അക്വയർ ചെയ്ത് തന്നാൽ ഞങ്ങൾ തരാം. ഇവിടെ ദേശീയപാതയ്ക്ക് 20% കൊടുക്കുക, അതിൻ്റെ കൂടെ അതിൻ്റെ റെയിൽവേക്കും കൂടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ഓടിച്ചു. നമ്മളൊരു പോർ സ്റ്റേറ്റ് അല്ലേ അത്, നമ്മൾ ദരിദ്രമായ സംസ്ഥാനമാണ്, നമുക്കതിന് മാത്രം വിഭവശേഷിയുള്ള സ്റ്റേറ്റ് അല്ല. ഓടിച്ചു. പിന്നെന്ത് ചെയ്യും? അങ്ങനെ ഓടിപ്പോകേണ്ടവനല്ല ജനപ്രതിനിധി എന്ന് മനസ്സിലാക്കി നിന്നുകൊണ്ടാണ് റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ആലപ്പുഴ ഒരു കോട്ടയം റൂട്ടിലേക്ക് മെയിൻ്റനൻസ് വർക്ക് വരുമ്പോൾ നമുക്കുള്ള ആൾട്ടർനേറ്റീവ് റൂട്ടാണ്, ഉപലൈനായിട്ട് നമുക്ക് വേണ്ടി വരും. ആലപ്പുഴ ടൂറിസം ഡെസ്റ്റിനേഷനാണ്. എറണാകുളത്ത് വരുന്ന ടൂറിസ്റ്റുകൾക്ക് പോലും ഇങ്ങോട്ട് വരാനുള്ള വേറെ വേ ഔട്ട് ഇല്ല. അത് മാത്രമല്ല, കായംകുളത്തുനിന്ന് നമ്മൾ നേരത്തെ ഇവിടം വരെയും ഹരിപ്പാട് വരെയും ഇപ്പോൾ ഈ വന്നതിന് ശേഷം ഞാൻ വന്നതിന് ശേഷം ഹരിപ്പാട് ടു അമ്പലപ്പുഴയും പണി പൂർത്തീകരിച്ചു. ഇത് വേസ്റ്റാവും കണക്ടിവിറ്റി ഇല്ല വന്നാൽ. അങ്ങനെയുള്ള പല റിപ്പോർട്ടുകൾ ഉണ്ടാക്കിച്ച് നേരെ ബോർഡിനെ സമീപിച്ച് ബോർഡിലെ ചെയർമാൻമാരെ അടക്കം പല വഴി സ്വാധീനിച്ച് ബോർഡ് ഡിസൈഡ് ചെയ്തു റെയിൽവേയുടെ ഓൺ ഫണ്ടിൽ കായംകുളം ടു എറണാകുളം പാത ഇരട്ടിപ്പിക്കുക.
2660 കോടി രൂപ അനുവദിച്ചു. ഇപ്പോൾ തുറവൂർ വരെയുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചു. 500 കോടി രൂപ ഈ ബഡ്ജറ്റ് വെച്ചുകൊണ്ട് ഇപ്പോൾ ഇപ്പുറത്തും ആരംഭിക്കാൻ പറ്റും. ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് അതാണ്. പാത ഇരട്ടിപ്പിക്കാനുള്ള തുക അനുവദിച്ചു എന്നുള്ളതാണ്. അത് നിർമ്മാണം ആരംഭിച്ചു. അപ്പോൾ ഒരു മെമ്പർ എന്ന നിലയിൽ ജനങ്ങളുടെ മുമ്പിൽ വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി എനിക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞാൻ വരുന്നതിന് മുമ്പ് 1.5 വർഷക്കാലമായി മുടങ്ങിക്കിടക്കായിരുന്നു ആലപ്പുഴ ബൈപ്പാസ്. ഒരു 2 ഗർഡറുകളുടെ പേരിലുള്ള തർക്കം 1.5 വർഷക്കാലമാണ് ആ ബൈപ്പാസിന്. ദീർഘകാലത്തെ ഒരു പ്രോജക്റ്റ്, അതൊരു വലിയ ദീർഘകാലത്തെ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് അതിൻ്റെ ഹിസ്റ്ററി ഉണ്ട്, വളരെ വർഷങ്ങൾ, 10-20 കൊല്ലമായി അതിൻ്റെ പണി തുടങ്ങിയിട്ട്. അപ്പോൾ ആ പ്രോജക്റ്റ് മുടങ്ങിക്കിടന്ന് 1.5 വർഷം എന്തിനു മുടങ്ങിക്കിടന്നു ചോദിച്ചാൽ, റെയിൽവേ പറയുന്നു ഞങ്ങൾ പറയുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ചല്ല ഹൈവേ അതോറിറ്റി പണിതത്. ഹൈവേ അതോറിറ്റി പറയുന്നു റെയിൽവേ പറഞ്ഞത് അനുസരിച്ചാണ് പണിതത്, അതിൽ ഞങ്ങൾക്ക് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ഇവർ ഇതിൻ്റെ സാങ്കേതികത്വം പരിശോധിക്കാൻ വേണ്ടി ചെന്നൈ IIT വിട്ടു. IIT വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു നാഷണൽ ഹൈവേക്ക് കുറ്റമൊന്നും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് മുന്നോട്ട് പോകാവുന്നതാണ്. റെയിൽവേ പറഞ്ഞു ഒരു കാരണവശാലും സംഭവിക്കും. ഈ തർക്കം ഇങ്ങനെ കിടന്ന് ഞാൻ വന്നപ്പോൾ ആദ്യം തന്നെ പാർലമെന്റ് ഉന്നയിച്ചു, മന്ത്രിമാരെ പോയി കണ്ടു. എനിക്കറിയാം ഒരു വഴിക്ക് പോകാൻ നടക്കാത്ത കാര്യങ്ങളെല്ലാം ഞാൻ പിന്നെ കുറുക്കുവഴിയിലൂടെ പോകും. അപ്പോൾ കുറുക്കുവഴിയിലൂടെ ചെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ റെയിൽവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാരെ, എഞ്ചിനീയർമാരെ വന്നു. ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരനെ കൂടി വിളിച്ചു, ഉദ്യോഗസ്ഥന്മാരെല്ലാം വിളിച്ചു ഇരുത്തി എൻ്റെ പ്രസൻസിൽ ചർച്ച ചെയ്യിപ്പിച്ച് സമാനമായ ഇത്ര ഇഷ്യൂസ് വന്നിടത്തേക്ക് എങ്ങനെ സെറ്റിൽ ചെയ്തു എന്നുള്ളത് പരിശോധിച്ചിട്ട് നമ്മൾ അവിടെ പോയി കണ്ട് ആ രീതിയിൽ പരിഹാരം ഉണ്ടാക്കി. ഇപ്പം പാരലായി വേറൊരു കൂടെ വരികയാണ്. ഇനി അതിൻ്റെയും സാങ്ഷൻ്റെ പ്രശ്നം ഇനി വരാൻ കിടക്കുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് അത് സോൾവ് ചെയ്ത് അത് തുറന്നു കൊടുത്തു. ഇപ്പം ജനപ്രതികൾ എന്ന് പറഞ്ഞത് ഇപ്പോൾ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥാപനം. നമ്മുടെ മുൻകാല ഗവൺമെൻറ്റുകളുടെയും ജനപ്രതികളുടെ എല്ലാം ശ്രമഫലമായി 20 കോടി രൂപ അനുവദിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ മുന്നോട്ട് പോകുന്നില്ല, 10 കോടി രൂപ ആണെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞു കോവിഡിന് ഇഷ്ടംപോലെ കാശ് ഞങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് പോയി, കാശ് 10 കോടി രൂപ തരാൻ പറഞ്ഞു. 10 കോടി തന്നു, ഇപ്പോൾ തീർന്നു, ഉദ്ഘാടനം ചെയ്യാൻ റെഡിയാണ്. താൽക്കാലിക ഓഫീസ് അങ്ങോട്ട് മാറ്റുകയും ചെയ്തല്ലോ. അല്ലോ, നമ്മൾ വൈറോളജിക്ക് ആർട്ടിഫിഷ്യൽ മെഷീൻ വേണമെന്ന് പറഞ്ഞാൽ MP ഫണ്ടിൽ കൊടുത്തു. അങ്ങനെ നമ്മൾ ദൈനംദിന വികസന കാര്യങ്ങളിലും നമ്മൾ ഗവൺമെൻറ് ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. അതിൽ സാധിക്കാവുന്ന മുഴുവൻ സാധ്യതമായ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് പരമാവധി ചെയ്യാൻ. ആലപ്പുഴൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കയർ വ്യവസായവുമായി ബന്ധപ്പെട്ടാണ്. ശരിക്ക് ആലപ്പുഴയുടെ ഖ്യാതിയും അത് തന്നെയായിരുന്നു, കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട. പക്ഷെ ഇപ്പോൾ കയർ വ്യവസായം ഏതാണ്ട് വലിയ പ്രതിസന്ധിയിലൂടെ നീങ്ങുന്നു. അതിന് വേണ്ട രീതിയിലുള്ള വിപണി മൂല്യം കിട്ടാത്ത വിഷയങ്ങളുണ്ട്. അങ്ങനത്തുള്ള നിരവധിയായ വിഷയങ്ങളുണ്ട്. എന്താണ് MP എന്നുള്ള രീതിയിൽ ഈ കയർ വ്യവസായവുമായി ബന്ധപ്പെട്ട? അതായത് നമ്മൾ കയർ വ്യവസായത്തിൽ ഒരിക്കൽ നമ്മൾ മാത്രമായിരുന്നു മോണോപ്പൊളി, കുത്തക. ലോകത്ത് വേറെ അടുത്ത് നമ്മൾ വേറെ ആരും ഇല്ലായിരുന്നു നമ്മളുമായിട്ട് മത്സരിക്കാൻ. ഇപ്പോൾ നമ്മളുമായിട്ട് മത്സരിക്കാൻ നമ്മളെക്കാൾ ചാമ്പ്യന്മാരായി തമിഴ്നാട് വന്നു, ഒഡീഷ വന്നു, കർണാടക വന്നു. നമ്മളെക്കാൾ കൂടുതൽ ബിസിനസ് ഇപ്പോൾ അവർക്കാണ്. തേങ്ങ ഉൽപ്പാദനത്തിൽ നമ്മൾ പോയി, അവർ തേങ്ങ ഉൽപ്പത്തി പ്ലാന്റേഷൻ കൊണ്ടുവന്നു. പ്ലാന്റേഷൻ ഇല്ല, തമിഴ്നാട്ടിൽ പ്ലാന്റേഷൻ വന്നു, പൊള്ളാച്ചി വന്നു, നമ്മൾ തെങ്ങെല്ലാം വന്നു. ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും നമുക്ക് അതിൻ്റെ കുത്തക യഥാർത്ഥത്തിൽ ചകിരിയിൽ നിന്ന് ചകിരി ഉൽപാദനത്തിൽ നിന്ന് കുത്തക പോണ്ടേ പോയി. ചകിരി ഇപ്പോൾ പൊള്ളാച്ചിയിൽ നിന്ന് ചകിരി ഇങ്ങോട്ട് വരുവാണ്. ചകിരി വന്നില്ലെങ്കിൽ ഇവിടെ ഒരു പണി നടക്കത്തില്ല. അപ്പം ചകിരി ഉൽപാദനമേ പൂർണ്ണമായും നമ്മൾ നിലച്ചു. നമ്മുടെ ഉൽപ്പാദന ചെലവ് കൂടുതൽ. ഇതെല്ലാം വന്നപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ കൂടുതലായി. നമ്മളെക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ചകിരിയും ചകിരിനാരും ഉൽപ്പന്നങ്ങളും കൊടുക്കാൻ തമിഴ്നാടിന് ഇടയ്ക്ക് കഴിയുന്നു. എല്ലാത്തിലും ഇതെല്ലാ അവസാനത്തെയും ബാധിക്കും. തന്നെയല്ല, ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മളെക്കാൾ കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വേറെ രാജ്യങ്ങൾ. പണ്ട് ചകിരിയും കയറും കയറുൽപ്പന്നങ്ങളും മാത്രമായിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇന്നത് മാറി. ചകിരിയുടെ സ്ഥാനത്ത് പ്ലാസ്റ്റിക് വ്യാപകമായി. പ്ലാസ്റ്റിക്, തുണി, സീസൽ, പിന്നെന്താണ് ചണം എന്ന് വേണ്ട ധാരാളം ഉൽപ്പന്നങ്ങൾ ധാരാളമായി മാർക്കറ്റിൽ വന്നു. അപ്പം കയറ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒരു കാലത്തെ കണ്ടുകൊണ്ട് നമ്മൾ പറയാൻ പറ്റത്തില്ല. അതിൻ്റെതായ ഒരുപാട് മാർക്കറ്റ് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അതിനെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ്. ഇപ്പം നമ്മൾ പാർലമെൻറ്റിൽ നമ്മൾ ഉന്നയിച്ചനുസരിച്ചാണ് കയർ ഭൂവസ്ത്രം എല്ലാ നിർമ്മാണ മേഖലയിലും ഉപയോഗിക്കാൻ വേണ്ടി നിതിൻ ഗഡ്കരി ഒരു ഉത്തരവിട്ടു. 25% കയർ ഭൂവസ്ത്രം. നമ്മളതനുസരിച്ച് കയർ ഭൂവസ്ത്രം കൊണ്ട് പരമാവധി ഉൽപ്പാദനം വർദ്ധിപ്പിച്ചു. നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ
ഒരു പിന്നെ ഒരു കിൻഡലിൻ്റെ പുറത്ത് 100, 200, 250 രൂപ വില കുറച്ച് കൊടുക്കാൻ തമിഴ്നാട് റെഡിയാണ്. മറ്റ് സ്റ്റേറ്റുകളിൽ ഇത് പോയി നമ്മൾ പോയി വാദിച്ച് ഇത് അംഗീകരിപ്പിച്ച് കൊണ്ടുവന്നപ്പം അതിന്റെ ഗുണഫലം പലർക്കും കൊണ്ടുപോയി. ഇതൊക്കെയാണ് കയർ മേഖല നേരിടുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ ഒന്നിരുന്ന് പറഞ്ഞാൽ തീരത്തില്ല. എങ്കിലും ഇപ്പോൾ കയർ മേഖലയിൽ നമ്മുടെ കയർ കോർപ്പറേഷൻ, കയർ ഫ്രെഡ് തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളെല്ലാം ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മത്സരിക്കാവുന്ന പഴയതുപോലെ താങ്ക് യു വെൽക്കം മാത്രം അടിക്കുന്ന പണി നിർത്തി. ഇപ്പം നല്ല 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 രസമുള്ള ഡിസൈൻ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി, മത്സരിക്കാൻ തുടങ്ങി. വന്നിപ്പോൾ പച്ച പിടിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആലപ്പുഴയുടെ കാര്യം എന്ന് പറയുന്നത് ആലപ്പുഴ യഥാർത്ഥത്തിൽ ടൂറിസത്തിൻ്റെയും കൂടെ കിഴക്കിൻ്റെ വെനീസ് എന്നൊക്കെ പേരിട്ട് വിളിക്കുമെങ്കിൽ പോലും ഞാനൊരു ടൂർ ഓപ്പറേറ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു കിഴക്കിൻ്റെ വെനീസ് എന്നൊക്കെ വിളിച്ച് വെനീസുകാർ കേട്ടിട്ടുണ്ടെങ്കിൽ കേസെടുക്കുമെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ടൂറിസം തുടങ്ങിയെടുത്ത് അല്ലെങ്കിൽ പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആലപ്പുഴയിൽ. എന്താണ് സംഭവിച്ചത്? കിഴക്കിൻ്റെ വെനീസ് എന്ന് പറഞ്ഞ് കേസെടുക്കുന്ന പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നുള്ളത്. അതും വേണമെങ്കിൽ കാർഗോളിൽ കേസ് കൊടുക്കാവുന്ന ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം കൃത്രിമമായി വെച്ച് പിടിപ്പിച്ചുണ്ടാക്കിയാണ് ലോകത്തിലെ പല സമ്പന്ന രാജ്യങ്ങളും ഡെവലപ്പ് ചെയ്തത്. സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ്, ഇന്തോനേഷ്യ, ഇങ്ങനെ പല രാജ്യങ്ങളും ഈ നമുക്ക് പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ പല സൗന്ദര്യവും അവരവിടെ കൃത്രിമമായി ഉണ്ടാക്കി അവരൊക്കെ വലിയ മാർക്കറ്റ് ചെയ്ത് ഭയങ്കര കൊണ്ടുപോയി. അപ്പം ടൂറിസം രംഗത്ത് നമുക്കിപ്പോഴും നമുക്കൊരു വിഷൻ ഇല്ല. മാർക്കറ്റ് പല രൂപത്തിലും നമ്മുടെ മന്ത്രിമാരൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് റിയാസ് മന്ത്രി വന്നതിന് ശേഷമാണെങ്കിൽ കുറേ കൂടി പിന്നെ നല്ല രീതിയിലുള്ള ഇടപെടലൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ ഈ പൊട്ടൻഷ്യൽ പൂർണ്ണമായി ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് എന്നുള്ള എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. എൻ്റെ ചെറുപ്പത്തിൽ എവിടെ നോക്കിയാലും സായിപ്പും ബദാമിയും കൂടി ഇങ്ങനെ പോകുന്ന കാണാം. ഇപ്പോൾ ഒരു സായിപ്പും ബദാമിയും വരുന്നില്ല. ഇതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആലപ്പുഴ ബാക്ക് വാട്ടർ ടൂറിസം ആണ് ആലപ്പുഴ ഒരു പ്രത്യേകത. ഒന്ന് സീസൈഡ് ടൂറിസം, രണ്ടുമുണ്ട്. അതിൽ നമുക്ക് ബാക്ക് വാട്ടർ ടൂറിസം എന്ന നിലയിൽ നമ്മുടെ ഈ ഹൗസ് ബോട്ടുകൾ, കായൽ, വേമ്പനാട്ട് കായൽ, മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ 10 ഇരട്ടി കുമരകത്തുണ്ട്, ഫോർട്ട് കൊച്ചിയിലുണ്ട്. ഈ കേരളം മുഴുവൻ ഇപ്പോൾ ആ രൂപത്തിൽ മത്സരത്തിൽ നമ്മളെക്കാൾ മുന്നിൽ അവർ വന്നിട്ടുണ്ട്. വൻകിട ഹോട്ടലുകൾ അതിങ്ങനെ വന്നു. താജ് ഉൾപ്പെടെയുള്ള എല്ലാ വൻകിട പിന്നെ ഉള്ള റാഡിസൺ ബ്ലൂ തുടങ്ങിയിട്ടുള്ള ഒരു വൻകിട ബ്രാൻഡഡ് ടീമെല്ലാം വന്നിട്ടുണ്ട്. അത് ഈ കേരളം ഒട്ടാകെ വന്നിട്ടുണ്ട് ആ മത്സരത്തിൽ. അപ്പോൾ ആ മത്സരത്തിൽ ഈ ആലപ്പുഴയ്ക്ക് വളരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പഴയ പ്രൗഢിയോട് കൂടിയിട്ടുള്ള നിലകളിലുള്ള രീതിയിലേക്ക് മാറണം. അപ്പോൾ അതിനൊരു ചെറിയ ഇനിഷ്യേറ്റീവ് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് കൊണ്ടുവന്ന ആലപ്പുഴ മുസ്രിസ് പൈതൃക പദ്ധതി. അത് കുറച്ച് വന്നപ്പോഴാണ് കഷ്ടകാലത്തിന് കോവിഡ് വന്നത്. കോവിഡ് വന്നതോടുകൂടി എല്ലാം പൊടിഞ്ഞു പോയി വാസ്തവത്തിൽ. സർക്കാർ ഇപ്പം ലക്ഷദ്വീപിനെ വലിയ ടൂറിസം പ്ലേസ് ആക്കാൻ വേണ്ടിയിട്ട് വലിയ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുന്നു. അവിടെ പലവിധ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് കേരളത്തിന് അത്തരത്തിലൊരു കേന്ദ്ര പദ്ധതി വരാത്തതെന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. അല്ല, അതിലേക്ക് പറയുന്നത് ഇപ്പോൾ ലക്ഷദ്വീപിൻ്റെ ഒരു മനോഹാരിത, അത് എത്ര കണ്ട് പുതിയ പുതിയ പദ്ധതികൾ അതെല്ലാം ടാറ്റയ്ക്കും മറ്റുള്ളവർക്കൊക്കെ ഇന്റർനാഷണൽ കമ്പനികൾക്ക് കൊടുക്കുകയാണ്. ആക്ച്വലി കേന്ദ്രഭരണ പ്രദേശമാണ് ഈ ലക്ഷദ്വീപ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റാണ് അവിടുത്തെ ഭരണം നിയന്ത്രിക്കുന്നത്. കുറേ കാലമായി ഇൻ്റർനാഷണലി നാഷണലി ആയിട്ടുള്ള നമ്മുടെ കോർപ്പറേറ്റുകൾ, ഈ ടൂറിസം രംഗത്ത് നിൽക്കുന്ന വൻകിട സ്ഥാപനങ്ങളും മറ്റുമൊക്കെ ഈ ലക്ഷദ്വീപിനെ ലക്ഷ്യമാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അത്ര മനോഹരമായ സ്ഥലമാണ്. പല കാരണങ്ങളാൽ അത് കൊടുക്കാതിരിക്കുകയായിരുന്നു. എന്നാൽ മോദി ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ സമസ്ത രംഗത്തും ഈ പ്രൈവറ്റ് ഏജൻസികൾക്കുള്ള അവരുടെ ലിബറലൈസേഷൻ തിയറി അനുസരിച്ച് കൊടുക്കാനുള്ള അവരുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. ടാറ്റ ഇവിടെ ലാൻഡ് ചെയ്തിട്ട് വർഷങ്ങളായി. കേരളത്തിൽ 5 or 10 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുകൾ ടാറ്റയ്ക്ക് കേരളത്തിൽ ഉണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മുടെ ഇവിടെ ധാരാളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ ഹോട്ടലുകളുള്ള സ്ഥലം കേരളമാണ്. അപ്പം നമുക്ക് ഈ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് കൊണ്ട് ആക്ച്വലി കുറേ ടാക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലേക്ക് അത് വരുന്നില്ല.
ലക്ഷദ്വീപിലേക്ക് ഇത് വരുമ്പോഴും സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടി വന്ന റോഡ് ഇടും. ആ റോഡൊക്കെ ഒരു പരിധിക്കപ്പുറം ആ ലക്ഷദ്വീപിലേക്ക് വന്നാൽ അതിൻ്റെ നൈസർഗികത പോവും. വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഉദ്ദേശിക്കുന്ന പറഞ്ഞപ്പം ദുബായ് എങ്ങനെയായിരുന്നു പണ്ടുണ്ടായിരുന്നത്? ദുബായ് വളരെ ചെറു ദ്വീപുകളായിരുന്നു. അതിനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ദുബായിന് ഇപ്പോൾ ലോകത്തിൽ തന്നെ അതിൽ അവർ പിന്നെ കേരളത്തിലേക്ക് വരേണ്ട മറ്റ് നിക്ഷേപങ്ങൾ അവർ പർപ്പസ്ഫുള്ളി തരുന്നില്ല. അതിനവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ന്യായം ഈ ഡബിൾ എഞ്ചിനാണ്. കേരളവും സംസ്ഥാനവും സെൻട്രൽ ഗവൺമെൻറ് ഒരു കൂട്ടർ ഭരിച്ചാൽ ഇത് മാറ്റം വരുമെന്നാണ്. അല്ല, അങ്ങനെ ഭരിച്ചിട്ടുണ്ടായല്ലോ. കേരളവും കോൺഗ്രസ് ഭരിച്ചിട്ട് ഒരു മാറ്റം ഉണ്ടായില്ല. അതുപോലെ തന്നെ ഇവർ ഭരിക്കുന്ന സംസ്ഥാനവും കേന്ദ്രവും ഭരിക്കുന്ന പല സ്റ്റേറ്റുകളുണ്ട്. അവരെല്ലാം നമ്മുടെ ഗ്രോത്ത് ലെവലിൽ വളരെ പുറകിലാണ്. മനുഷ്യൻ്റെ വളർച്ചാ വികാസം എന്നൊക്കെ പറയുമ്പോൾ അളക്കുന്നതിന് പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്ററുകളിൽ ഒന്ന് ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, സാമൂഹ്യക്ഷേമം, പശ്ചാത്തല വികസനം. 7 രംഗങ്ങളാണ്. ഈ 7 രംഗങ്ങളിലെ ഓവറോൾ പെർഫോമൻസ് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളമാണ് നമ്പർ 1. ഏതാ? അപ്പം ഈ വികസനം എന്ന് പറയുന്ന അളന്നു നോക്കുന്ന പല പാരാമീറ്ററുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മളാണ് ഫ്രണ്ട്. നമ്മളത്രയും നല്ല പട്ടിണിക്കാർ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം നമ്മളാണ്. പട്ടിണി മൂലം ആളുകൾ മരിക്കാത്ത സംസ്ഥാനം നമ്മുടേതാണ്. പാർപ്പിട കാര്യത്തിൽ ഏറ്റവും നല്ല സ്റ്റൈലിഷ് വീട്, തീരെ ദരിദ്രനും ഒരുമാതിരി നല്ല വീട് വെച്ച് താമസിക്കുന്ന സ്ഥലം നമ്മുടെ നാടാണ്. ഓരയിട്ട ഒറ്റ വീടും കാണാൻ പറ്റില്ല. എല്ലാ വീട്ടിലും വണ്ടിയുണ്ട്, ടി വി ഉണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ സർക്കാർ സ്കീമിൽ വരുന്നത് മാത്രമല്ലല്ലോ, അല്ലാതെ തന്നെ ഓൾറെഡി തന്നെ അവർ അത് അക്വേർഡാണ്. ഇപ്പൊ പറഞ്ഞതിന്റെ അനുബന്ധമായിട്ട്, അതായത് കേരളത്തിൽ നിന്ന് ആളുകൾ നേരത്തെ തന്നെ ഒരുപാട് ആൾക്കാർ വിദേശങ്ങളിലേക്ക് ജോലിക്ക് പോവുകയും അങ്ങനെ ഉണ്ടാക്കിയെടുത്ത വലിയ കേരളത്തിൽ. ഇപ്പം നോക്കൂ, കുട്ടികൾ നേരെ ഇവിടുന്ന് വിട്ടുപോവുകയാണ്. അല്ല, അതിൽ നമ്മൾ കാണേണ്ട 2 കാര്യങ്ങളാണ്. വിട്ടുപോകുന്നതിന് അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുന്നതിൽ നമ്മളിത് കൊടുക്കുന്നുണ്ട്, നല്ല വിദ്യാഭ്യാസം. വിട്ടുപോകാൻ, അതായത് ഹയർ സ്റ്റഡീസിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ മറ്റു സ്കൂളുകളിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അഡ്വാൻസ് ആയിട്ട് ടെക്നോളജി വെച്ച് പഠിപ്പിക്കുന്ന ക്ലാസ് മുറികൾ നമ്മുടേതാണ്. 50,000 ക്ലാസ് മുറികൾ നമ്മൾ ഹൈടെക് ആക്കിയിട്ടുണ്ട്. ഈ ഹൈടെക് എഡ്യൂക്കേഷൻ നേടിയ കുട്ടിക്ക് ഇനി ഹൈടെക് എഡ്യൂക്കേഷന് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് അവൻ പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഒന്ന്, നമ്മളെ പോലുള്ള ജനസംഖ്യ അവിടെ ഇല്ല, നമ്മൾ ജനസാന്ദ്രത കൂടിയ സ്ഥലമാണ്. 2, ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ ഓൾമോസ്റ്റ് നമ്മൾ കുറവാണ്, അവർ കൂടുതലാണ്. 3, സാലറി ബേസ് നോക്കിയാലോ നമ്മുടെ 10 മടങ്ങാണ്. ഇവിടെ ഒരു നഴ്സിംഗ് വിദ്യാർത്ഥി പഠിച്ച് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് ചേർന്നാൽ അവർക്ക് കിട്ടാൻ പോകുന്ന പരമാവധി സാലറി 30,000 അതേ നഴ്സിന് പിന്നെ ജർമ്മനിയിൽ കിട്ടുന്നത് 3 ലക്ഷം. അപ്പോൾ അവരിവിടെ പഠിക്കുമോ, അവിടെ പോകുമോ? അപ്പം നമ്മൾ എന്തുകൊണ്ട് പോകുന്നു എന്ന് മാത്രം, പോകാൻ എങ്ങനെ പ്രാപ്തമാക്കി എന്നതാണ് നമ്മൾ കാണേണ്ടത്. അവർക്ക് പോകാനുള്ള ഒരു ബേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അതേപടി കോപ്പി അടിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് അത്ര പറ്റത്തില്ല. പക്ഷേ എന്നാലും നമുക്ക് ഇപ്പം നമ്മുടെ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളുള്ള ഓരോ വ്യവസായ സ്ഥാപനങ്ങൾ ധാരാളമായി വരുന്നുണ്ട്, ധാരാളം സ്റ്റാർട്ടപ്പുകൾ വരുന്നുണ്ട്. ഇതിനെയൊക്കെ റിലേറ്റഡായി ഇതിനൊക്കെ ആവശ്യമായ രീതിയിലുള്ള സ്കിൽഡായിട്ടുള്ള ആളുകളെ പഠിപ്പിക്കുന്ന കോഴ്സുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. അതിനുവേണ്ടി എഞ്ചിനീയറിംഗ് കോളേജുകൾ, പോളിടെക്നിക്കുകൾ, ഐടികൾ ഇതൊക്കെ ആ നിലവാരത്തേക്ക് മാറ്റണം. അതാണ് നമ്മളൊരു ചോദ്യം. അതായത് നമ്മൾ കേരളത്തിന് പുറത്ത് പല സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള കേന്ദ്രത്തിൻ്റെ പദ്ധതികളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. പക്ഷെ കേരളത്തിൽ വളരെ കുറവാണ്, വളരെ കുറച്ച് സ്ഥാപനങ്ങളേ ഉള്ളൂ. അപ്പം അതിൽ അവർ പറയുന്ന ഒരു ന്യായം, കേരളം 100% ലിറ്ററസി നേടി, അപ്പോൾ കുറ്റമാണ്. നമ്മൾ കുറെ കുറ്റം ചെയ്ത കൂട്ടത്തിൽ ഇതൊരു കുറ്റമായി. നമ്മുടെ വളർച്ച നമുക്ക് കുറ്റമാണ്. കേരളത്തിൽ IITകൾ തരുന്നില്ല, ചെന്നൈ IIT ഉണ്ട്, വേറെ ഒരുപാട് IIT ഉണ്ട്. കേരളത്തിൽ IITകൾ തരുന്നില്ല. കേരളത്തിലേക്ക് പിന്നെ ഇതുപോലുള്ള എയിംസ് പോലുള്ള സ്ഥാപനങ്ങൾ തരുന്നില്ല. സ്ഥലം തരാൻ പറഞ്ഞു. 3 സ്ഥലം 200 ഏക്കർ വെച്ച് കോഴിക്കോട് കിനാലൂർ കൊടുത്തു, കാസർഗോഡ് കൊടുത്തു, എല്ലാം കൊടുത്തു. ഇതെല്ലാം കൊടുത്തിട്ടും അവർ തരുന്നില്ല. ഇങ്ങനെ കേരളത്തിൻ്റെ റെയിൽവേ സോൺ തരുന്നില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും കേരളത്തെ ഒരു വിവേചനപരമായി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം, സൂചി കുത്താൻ BJPക്ക് ഇടം കൊടുക്കാത്തൊരു സ്ഥലം, നിയമസഭയിലോ പാർലമെന്റിലോ ഞങ്ങൾക്ക് ഒരിടം പോലും തരാത്ത സ്ഥലം, തരാത്തവരോട് ഞങ്ങളിങ്ങനെ പ്രതികാരം ചെയ്യും.
പക്ഷേ അങ്ങനെ പ്രതികാരം ചെയ്യാൻ പോയാൽ പ്രതികാരം ചെയ്യുന്നതിന് മുമ്പിൽ കീഴടങ്ങിയുള്ള പാരമ്പര്യം കേരളത്തിൽ പൊതുവെ കുറവാണ്. ഫൈറ്റ് ചെയ്യുന്ന സ്വഭാവക്കാരാണ് കേരളക്കാർ. തരുന്നവൻ ഇങ്ങനെ കീഴടങ്ങിയേ തരുമെന്ന് പറഞ്ഞാൽ അവൻ്റെ മുമ്പിൽ കീഴടങ്ങാതെ അവനെ തോപ്പിച്ചത് നേടിയെടുക്കാൻ നോക്കുന്ന വാശിയുള്ള സ്റ്റേറ്റാണ് കേരളം. പൊതുവിൽ അങ്ങനെ വരാനാണ് സാധ്യത. പക്ഷേ ഒരു ഫെഡറൽ സിസ്റ്റം ഉള്ള ഒരു സ്ഥലത്ത് ഒരു സ്റ്റേറ്റിനോട് അല്ലെങ്കിൽ നമുക്ക് അനുകൂലമല്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഒരു വികസനവും കൊടുക്കില്ല എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയല്ലല്ലോ. അല്ല, ജനാധിപത്യം വളരെയധികം പരീക്ഷണഘട്ടത്തിലാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത്. BJP ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങളിപ്പോൾ പാർലമെൻറ്റിൽ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങളെല്ലാം ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ പാർലമെൻറ്റ് അടിച്ചിറക്കിയിട്ടാണ് നടത്തുന്നത്, വിത്തൗട്ട് ഡിസ്കഷൻ. ഇപ്പോൾ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ വക്കീലന്മാരും നമ്മുടെ ജഡ്ജിമാരും നമ്മുടെ മജിസ്ട്രേറ്റന്മാരും കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കുക. എന്താ കാര്യം എന്നറിയാം? കഴിഞ്ഞ പാർലമെൻറ്റിൽ ഞങ്ങൾ പാസ്സാക്കിയതനുസരിച്ച് ഇനി എഴുതണമെന്ന് വരുന്നത് ന്യായ സംഹിത, ന്യായ നാഗരിക സംഹിത, ന്യായ സാക്ഷ്യ സംഹിത. ഇത് നമ്മൾ പഠിക്കുന്ന പാടുപെട്ട നാക്കുളുക്കും. ഇതൊന്നും നമുക്കത്ര വശമുള്ളതല്ല. ഇതനുസരിച്ച് വേണമെങ്കിൽ നാളെ കേസ് എഴുതാൻ. ഇത് ആരെങ്കിലും കോച്ചിക്ക് ഇവർക്ക് കൊടുക്കുമോ? ആരെങ്കിലും ഒരു ക്ലാസ് പോലെ ഇത് ഞങ്ങൾക്ക് ഇനി എപ്പോഴാണ് കൊടുക്കുന്നത്? ഈ പോലീസുകാരെല്ലാം എന്നാൽ ഇത് പഠിച്ചു വരാൻ പോകണം. ഇങ്ങനെ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തെ മുഴുവൻ അടിച്ചിറക്കിയിട്ടാണ് ആ നിയമം പാസ്സാക്കിയത്. ഇലക്ഷൻ കമ്മീഷനെ തിരഞ്ഞെടുക്കാനുള്ള കമ്മിറ്റിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയിട്ട് നേരെ മന്ത്രിയെ വെക്കുകയാണ്, കേന്ദ്രമന്ത്രിയെ. എന്ത് ജനാധിപത്യം! കർഷക നിയമങ്ങൾ ഞങ്ങളെല്ലാം പുറത്തിരിക്കുമ്പോഴാണ് കർഷക നിയമം പാസ്സാക്കിയത്. പിന്നീട് അത് പിൻവലിക്കേണ്ടി വന്നില്ലേ? അപ്പോൾ പ്രതിപക്ഷമില്ലാത്ത ദുർബലമായ പ്രതിപക്ഷത്തെ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നൊരു ജനാധിപത്യ രീതിയാണ് BJP ഗവൺമെൻറ് ഉള്ളത്. അപ്പോൾ ഇവർക്ക് ജനാധിപത്യം എന്ന് പറയുന്നത് തന്നെ അലർജിയാണ്. കാര്യം ഞങ്ങൾക്ക് ഈ പുതിയ പാർലമെൻറ്റ്, പഴയ പാർലമെൻറ്റ് എന്ന് വെച്ചാൽ കാര്യം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ആർക്കിടെക്റ്റ്, അതിൻ്റെ ശില്പചാതുര്യം അതിമനോഹരമാണ്. ആ പഴയ പാർലമെൻറ്റിലോട്ട് കയറുമ്പോൾ തന്നെ സ്വാതന്ത്ര്യ സമരം നമ്മുടെ മനസ്സിൽ വരും. കാര്യം അതിനെ നയിച്ച നേതാക്കന്മാരുടെ എല്ലാം പടം, പ്രതിമകൾ എല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, ആലേഖനം ചെയ്തിട്ടുണ്ട്, മഹാത്മാഗാന്ധി മുതൽ ഇങ്ങോട്ടെല്ലാം. ആ പാർലമെൻറ്റ് മന്ദിരത്തിൽ നിന്ന് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തേക്ക് ഞങ്ങൾ മാറി. പോട്ടെ, എല്ലാവരെയും വിട്ട് ആ മഹാത്മാഗാന്ധിയെങ്കിലും ഒരു പടം അവിടെ വെച്ചേക്കാമല്ലോ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ. വെച്ചിട്ടില്ല. ഞങ്ങൾ ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിലെ മ്യൂസിയത്തിലേക്ക് കടന്നപ്പോഴത്തേക്ക് ദ്വാപര യുഗത്തിലെങ്ങാണ്ടാണ് ഈ മദർ ഓഫ് ഡെമോക്രസി ജനിച്ചതെന്നുള്ള ഒരു സന്യാസി വര്യൻ്റെ കുറേ വരികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ സത്യമായിരിക്കും. ഞാൻ നമ്മളപ്പോൾ അത് നമ്മളൊരു പണ്ഡിതനൊന്നും അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ തർക്കിക്കാൻ ഞാൻ ആളല്ല. അതാ എൻ്റെ കൂട്ടത്തിൽ മഹാത്മാഗാന്ധി കൂടി ഇരുന്നെന്നും പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? അപ്പം പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യ സമരം, സ്വാതന്ത്ര്യാനന്തര 75 കൊല്ലം അതവിടെ കുഴിച്ചു മൂടി. എന്നിട്ട് പുതിയ ഒരു പാർലമെന്റ് യഥാർത്ഥത്തിൽ അപ്രഖ്യാപിത ഒരു അടിയന്തരാവസ്ഥ കാലത്തിലൂടെ നമ്മൾ കടന്നു പോകും. തീർച്ചയായും. അപ്പൊ ഈ സമയത്താണ് ഇലക്ഷൻ വരുന്നത്. ഇന്ത്യയിൽ ഒട്ടാകെ വർഗീയതയുടെ ഏറ്റവും വലിയ രൂക്ഷത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി തന്നെ ഒരു ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നു. ഇപ്പം ക്ഷേത്രം നിർമ്മിക്കുന്നത് തർക്കഭൂമിയിലാണെന്നുള്ളത് വേറെ ഒരു വിഷയമാണ്, കോടതി വിധിയാണെന്നൊക്കെ പറയും. പക്ഷെങ്കിൽ പോലും പ്രധാനമന്ത്രി നേരിട്ട് ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ പാർലമെന്റിന്റെ ഉദ്ഘാടനത്തിന് സന്യാസിമാർ മുഖ്യതാകുന്നു. എവിടത്തേക്കാണ് നമ്മൾ ഈ ജനാധിപത്യത്തെ കൊണ്ടുപോകുന്നത്? അത് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ ബാബറി മസ്ജിദ് തർക്ക പ്രശ്നത്തിൻ്റെ പള്ളി പൊളിക്കാൻ ഉള്ള നീക്കം നടത്തത് ശ്രീരാമൻ ജനിച്ച കാലയളവും ബാബർ പള്ളി വരുന്നതും തമ്മിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടുന്ന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ബാബർ ഭരണം വരുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ വ്യത്യാസമുണ്ട് ശ്രീരാമൻ ജനിച്ച കാലയളവ് വെച്ചു. ഇനി അഥവാ അങ്ങനെ ആണെങ്കിൽ പോലും ശ്രീരാമൻ അധികാരം വിട്ടൊഴിഞ്ഞ ഒരു ദൈവമാണ്. അധികാരത്തിന് വേണ്ടി എല്ലാം തിരിച്ചാണ്. തനിക്ക് അവകാശപ്പെട്ട രാജ്യാധികാരം, അർഹതപ്പെട്ട രാജ്യാധികാരം തൻ്റെ അനുജൻ ഭരതന് കൊടുത്തിട്ട് വനവാസത്തിന് പോകാൻ തയ്യാറായ ഏറ്റവും വലിയ സഹിഷ്ണുതയുടെ പ്രതീകമാണ് ശ്രീരാമൻ. ആ മാതൃകയ്ക്ക് പകരം വെട്ടിപ്പിടുത്താണ് നടന്നത്. അതിന് ഇവിടെയാണ് ശ്രീരാമൻ, ആയിരക്കണക്കിന് ശ്രീരാമക്ഷേത്രങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ, ഒരെണ്ണമല്ല.
പുതുതായി ഒരെണ്ണം കൂടി എവിടെയാണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിന് ബാബർ പള്ളി പണിതത് ഈ സ്ഥലത്താണ് എന്ന് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു രേഖയെ ഹാജരാക്കാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കോ ഇതിനെ വാദിക്കോ കഴിഞ്ഞിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. തന്നെയല്ല, അവിടെ ശ്രീരാമ വിഗ്രഹങ്ങൾ 1949 അനധികൃതമായി വെച്ചതാണെന്നും സുപ്രീം കോടതി നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷെ സുപ്രീം കോടതി വിധിന്യായത്തിലെ ഏറ്റവും വലിയ പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ, എന്നിരുന്നാലും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം പേരും വിശ്വസിക്കുന്നു അവിടെയാണ് ശ്രീരാമൻ ജനിച്ചത് എന്ന് വിശ്വസിക്കുന്നതിനാൽ ആ തർക്കഭൂമി അവർക്ക് വിട്ടുകൊടുത്തേക്കാണ്. അത് ഒത്തീർപ്പ്, രണ്ടു കൂട്ടരും കൂടെ ഒത്തീർപ്പുണ്ടാകുകയാണെങ്കിൽ പറയാവുന്ന വിധിയാണ്. അതെ, ഒരു വിഷയം എങ്ങനെ പരിഹരിക്കാൻ രണ്ടു കൂട്ടരും അവര് ആ ഭൂമിയുടെ പേരിൽ തർക്കം ഉന്നയിച്ച് നിൽക്കുന്ന സമയത്ത് പറ്റുന്ന ഒരു വിധിയല്ല അത്. പക്ഷെ എന്നിട്ടും സുപ്രീം കോടതി അങ്ങനെ വിധിച്ചപ്പോൾ എല്ലാവരും അത് അംഗീകരിച്ചു. കാര്യം തർക്കം തീർന്നു പോട്ടെ എന്ന് വിചാരിച്ചു. ദീർഘകാലമായി ഇനി അതിന്റെ പേരിൽ വേണ്ട, ഇനി ബ്രിട്ടീഷുകാർ രണ്ടാക്കി, ഇവർ മനസ്സിനെ രണ്ടാക്കി. അവിടെ ഭൂമി രണ്ടാക്കിയത് ബ്രിട്ടീഷുകാർ, ഇവർ മനസ്സിനെ രണ്ടാക്കി. ഇനിയും രണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തു. ആ അക്സെപ്റ്റ് ചെയ്ത സ്ഥലത്ത് ഒരു ക്ഷേത്രം നിർമ്മിച്ചു. രണ്ട് കൂട്ടർ തമ്മിലുള്ള വസ്തുതർക്കം സുപ്രീം കോടതി പരിഹരിച്ചത് കണക്കാക്കിയാൽ മതി. അതെങ്ങനെ ഗവൺമെൻറ്റിൻ്റെ നേട്ടമാവും? അവിടെ പോയി ഒരു പ്രധാനമന്ത്രി പൂജാരിയായി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പഠിച്ചിട്ടുള്ളതിൻ്റെ ആയിരക്കണക്കിന് പൂജാ നിയമങ്ങൾ പഠിച്ചിട്ടുള്ള കാശി മഠാധിപതി പോലും പറഞ്ഞത് തെറ്റാണെന്നാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെയുള്ള ഒരാൾ ജനാധിപത്യ പ്രക്രിയയിൽ അങ്ങേയറ്റത്തെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ അദ്ദേഹം സ്വയം പൂജാരിയായി അവതരിക്കുകയാണ്. ഭരണാധികാരി പൂജാരിയാവും. അറിയാമെങ്കിൽ വേണ്ടിയില്ല, എന്തെങ്കിലും മന്ത്രം അറിയാവുമെങ്കിൽ വേണ്ടിയില്ല. അപ്പോൾ അഭിനയം, താനൊരു പൂജാരിയാണെന്ന് അഭിനയിക്കുന്നു. ഇനി ഭാവിയിൽ ഇദ്ദേഹം സ്വയം പ്രഖ്യാപിത ദൈവമോ ഒക്കെ അതിലേക്കാണോ പോകുന്നത്? അങ്ങനെ പോവുക. രാജ്യം ഒരു മതാധിഷ്ഠിത രാഷ്ട്രമായി ഏതാണ്ടൊക്കെ ആയിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ, അതിലെ ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് പുതിയ പാർലമെൻറ്റിലേക്ക് വന്ന്, ഞാനത് പറഞ്ഞു വന്നപ്പോൾ വിട്ടുപോയതാണ്. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്കൊരു ഭരണഘടനയുടെ ഒരു പുതിയ കോപ്പി കുറച്ച് പേർക്ക് വിതരണം ചെയ്ത കൂട്ടത്തിൽ 2 വാക്ക് കണ്ടില്ല. ഒന്ന് സെക്കുലർ, ഭരണഘടന ആമുഖത്തിലുള്ള 2 വാക്ക് തപ്പിയിട്ട് കാണുന്നില്ല. സെക്കുലർ, ഡെമോക്രാറ്റിക്. പിന്നെ പത്രക്കാരും ഞങ്ങൾ എല്ലാവരും കൂടി ബഹളം വെച്ചപ്പോൾ ഈ കൈപ്പറ്റിയ കോപ്പി തിരിച്ചു മേടിച്ചു. എന്നിട്ട് 2 വാക്ക് ചേർത്ത് അച്ചടിച്ച് തിരിച്ചു. ഇതാണ് നമ്മുടെ ജനാധിപത്യവും നമ്മുടെ മതേതരത്വം. ഇതിൻ്റെ ഭാഗം തന്നെ ആയിട്ട് തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു സംഭവം. ഇപ്പോൾ തൃശ്ശൂർ ഞാൻ എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമാ താരത്തെ അവതരിപ്പിക്കുന്നു. തൃശ്ശൂരിൽ ഇദ്ദേഹത്തെ ജയിപ്പിക്കണം എന്നും മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് മോദി ഒറ്റ മാസം തന്നെ 2 തവണ തൃശ്ശൂരിൽ വരുന്നു. എറണാകുളത്ത് വന്ന് ഷോ നടത്തുന്നു. ഗുരുവായൂരിലും മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ പോയി വേറൊരു തരത്തിലുള്ള ഭക്തിയിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. യഥാർത്ഥത്തിൽ BJPക്ക് എന്തെങ്കിലും ഇവിടെ നടക്കുമോ കേരളത്തിൽ? അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾ ക്രൈസ്തവ പുരോഹിതന്മാരുടെ നടത്തുന്ന അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ അവർ പറഞ്ഞിരിക്കുന്നത് വളരെ പ്രസക്തമാണ്. ഇവിടെ വന്ന് ഞങ്ങളെ 2 തവണ ഗ്യാരണ്ടി പറഞ്ഞു. ഒരു തവണ മണിപ്പൂരിൽ പോയി ഒരു ഗ്യാരണ്ടി കൊടുത്തിരുന്നെങ്കിൽ പരിഹരിച്ചത് 6-7 മാസമായിട്ട് അവിടെ 1 വർഷമായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ആളുകൾ കത്തി ഭരിക്കുന്നു. എന്താ അവിടെ പോകാത്തത്? ലോകം മുഴുവൻ പോകുന്നയാൾ അങ്ങോട്ട് പോകാത്തത്. അപ്പം ഇതെല്ലാം തട്ടിപ്പാണെന്നുള്ള വിവരം ആളുകൾക്ക് നന്നായിട്ട് അറിയാം. മതരാഷ്ട്രമാകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഭീകരമായ ശിക്ഷാമുറകളായിരിക്കും. മതശാസനകളനുസരിച്ചുള്ള കുറച്ചുകൂടി ക്രൂരമായിരിക്കും. അപ്പോൾ ആ ശിക്ഷാമുറകളിലേക്ക് വരുമ്പോൾ ജനാധിപത്യ രാഷ്ട്രം എന്ന് പറയുന്നത് നമ്മളൊക്കെ കുറച്ചൊക്കെ അജിറ്റേഷനേ ഉണ്ടാകത്തുള്ളൂ. ഇത് മതരാഷ്ട്രമായി കഴിഞ്ഞാൽ മത നിയമങ്ങളാണ്. അവിടേക്ക് നമ്മുടെ രാജ്യം പോകാനാണ് സാധ്യത വരുന്നത്. ഇനി സ്വാതന്ത്ര്യത്തിന് വേണ്ടി മരിച്ച മഹാത്മാക്കളുടെ അവരുടെ ആ എന്താ പറയുക നന്മകൾ കൊണ്ട് മറിച്ചൊരു വിധി ഉണ്ടായാലേ രാജ്യം രക്ഷപ്പെടും. 3 തവണ അരൂരിലെ MLA ആയിരുന്നു. 1 തവണ ആലപ്പുഴയിലെ MP ആയി. 1 തവണയും കൂടി MP ആവും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഇത്രയും കാലത്തെ ഈ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ്?
എനിക്ക് പൂർണ്ണമായ ഒരു സംതൃപ്തിയാണുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പാർലമെന്റ് അംഗം എന്ന നിലയിൽ ഞാൻ കുറച്ചുകൂടെ ആഗ്രഹിച്ചിരുന്നു കുറച്ചുകൂടെ ചെയ്യണമെന്നൊക്കെ. പക്ഷെ അതിനെ പറ്റിയ സിറ്റുവേഷൻ വന്നില്ല. എന്നാലും എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, MLA-മാർ, ഗവൺമെൻറ് ഇതെല്ലാം സഹകരിപ്പിച്ച് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ഇട്ടിരുന്നു. അതിലൊരു 80% സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കോവിഡ് വന്ന് 2-3 കൊല്ലം അങ്ങനെയൊക്കെ പോയി. പക്ഷേ ഒരു അരൂരിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഗൗരിയമ്മ ഇട്ട അടിത്തറയിൽ നിന്ന് അരൂരിനെ ഒരു വികസിതമായ ഒരു എറണാകുളത്തിൻ്റെ സാറ്റലൈറ്റ് ആക്കി മാറ്റാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോഴാണ് അതെല്ലാം പൂർണ്ണതയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇരുമ്പളം പാലം, അതുപോലെ പിന്നെ തുറവൂത്തേക്കാട്ടുശ്ശേരി പാലം, ഇപ്പോൾ നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന നേരെകടവ് മാക്കിക്കടവ് പാലം, ഇങ്ങനെ പാലങ്ങളുടെ കണക്ടിവിറ്റി, പുതിയ താലൂക്ക് ആശുപത്രി, ഇങ്ങനെ അരൂരിനെ ഒരു വികസിത സാറ്റലൈറ്റ് സിറ്റിയാക്കി ഇപ്പോൾ എലിവേറ്റഡ് ഹൈവേ കൂടെ വരുമ്പോൾ ഏറ്റവും വലിയ ഒരു സ്ഥലമായി മാറി, മനോഹരമായ സ്ഥലമായി മാറുകയാണ്. അങ്ങനെ തുടങ്ങി അരൂരിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ്സ്, പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ, ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ ജനപ്രതി എന്ന നിലയിൽ പരമാവധി, പിന്നെ നിങ്ങൾക്കറിയാം ഏതൊരു മനുഷ്യൻ വിളിച്ചാലും എടുക്കും. അത് ആരാണ് എന്നാണെന്നൊന്നും നമുക്ക് വിഷയമില്ല. തിരിച്ച് വിളിച്ചിട്ട് ചെയ്യാവുന്നതാണെങ്കിൽ ഒരു പരിചയമില്ലെങ്കിലും ചെയ്തു കൊടുക്കും. അത് കത്ത് മേടിച്ചോണ്ട് പോവാ, അത് മേടിച്ചോണ്ടോ പറയത്തില്ല. ചെയ്യാവുന്നതാണോ അപ്പോൾ ചെയ്തു. സാങ്കേതികം പറഞ്ഞ് ഒഴിവാക്കുന്ന പരിപാടി. ചെയ്യാൻ പറ്റാത്തതാണോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും തുറന്ന് പറയും. താങ്കള് ഏറ്റവും ആദ്യത്തെ മത്സരത്തിൽ ഏറ്റവും പ്രശസ്തയായ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നേതാവിനെയായിരുന്നു അന്ന് പരാജയപ്പെടുന്നത്. അപ്പോൾ അവർ അന്ന് കമ്മ്യൂണിസ്റ്റ് അല്ല, JSS ആണ്, എങ്കിൽ പോലും അങ്ങനെ ഒരു വലിയ നേതാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വരുന്നത്. അതിനുശേഷം ഈ നടന്ന എല്ലാ ഇലക്ഷനിലും വിജയിച്ചിട്ടുണ്ട്, പരാജയം എന്താണെന്ന് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരാൻ പോകുന്ന ഇലക്ഷനിൽ എന്താണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയത്തിൽ 5 വർഷം കഴിയുമ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ടാവും, ജനങ്ങളിൽ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ ഈ ആളുകളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിലനിർത്താൻ വേണ്ടി എന്ത് പദ്ധതികളാണ് പ്ലാൻ ചെയ്യുന്നത്? ഒന്ന്, മത്സരിക്കുക സ്ഥാനാർത്ഥിയാണോ ഇല്ലെന്ന് എനിക്കറിയാമല്ല. മത്സരിക്കുകയാണെങ്കിൽ ഇപ്പം അങ്ങനെയാണല്ലോ ചർച്ചകൾ പോകുന്നത്. മത്സരിക്കുകയാണെങ്കിൽ ഈ 5 വർഷം കൊണ്ട് ഞാൻ പാർലമെൻറ്റിലേക്ക് ഞാൻ മത്സരിക്കുമ്പോൾ അരൂര്, ചേർത്തല, പാലാരിക്കുളം കൂടി വന്ന ആലപ്പുഴ, അമ്പലപ്പുഴ വരെയൊക്കെ എനിക്ക് ഇപ്പോൾ വ്യക്തിപരമായ കോണ്ടാക്റ്റ് ഉള്ളൂ. അങ്ങോട്ട് വ്യക്തിപരമായ കോണ്ടാക്റ്റ് വളരെ പരിമിതമാണ്. ആ സമയത്ത് ഞാൻ മത്സരിക്കുന്നു. ഇപ്പം അതല്ല. ഏതാണ് ആലപ്പുഴ ഏറെക്കുറെ ഇപ്പോൾ വ്യക്തിപരമായ ഒരുപാട് ബന്ധങ്ങൾ, പരിചയങ്ങൾ, അവരുടെ ഇതെല്ലാം ഉണ്ട്. ഒരുപക്ഷെ ഞാൻ തന്നെ സ്ഥാനാർത്ഥി ആയേക്കും എന്ന് തെറ്റിദ്ധരിച്ചാണ് കോൺഗ്രസിനകത്ത് അടി കൂടാത്തത്. സാധാരണഗതിയിൽ കോൺഗ്രസിനകത്ത് സീറ്റിന് വേണ്ടി നമ്മൾ സാധാരണ കവിഞ്ഞ ഒരു ബഹളമൊക്കെ ഉണ്ടാകേണ്ടതാണ്. ഒരു സീറ്റേ ഉള്ളെങ്കിലും ശരി. ഇപ്പം നമുക്കറിയാലോ, കോട്ടയം സീറ്റിന് വേണ്ടി നടക്കുന്ന അടി, കണ്ണൂർ സീറ്റിന് വേണ്ടി നടക്കുന്ന ബഹളം ഒഴിയുന്നു എന്ന് കേട്ടതേ ഉള്ളൂ. സുധാകരൻ 5 രംഗത്ത് വന്നു കഴിഞ്ഞു. ഡൽഹിയിൽ നിന്ന് ക്ഷമ പോലും ആരൊക്കെ വരുന്നത് നമുക്കറിയില്ല. ഞാൻ പറയുകയാണ്, സാധാരണഗതിയിൽ അങ്ങനെ ഒരു വഴക്കുണ്ടാകുന്നതാണ്. ഞാനിപ്പോൾ വലിയ പാവോ വലിയ പൊങ്ങച്ചപ്പറിച്ചിലോ ഒന്നുമല്ല. പക്ഷെ ഞാൻ പറയുന്നത്, ആളുകളുടെ ഇടയിൽ നമ്മളുണ്ട് എന്നൊരു തോന്നൽ. മത്സരിച്ചാൽ അത്ര എളുപ്പമെന്ന് ജയിക്കാനുള്ള പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും. രാഷ്ട്രീയമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല, പ്രവചനാതീതമാണ് കാര്യങ്ങളൊക്കെ. നമ്മളെക്കാൾ പോപ്പുലറായിട്ടുള്ള ആളുകൾ തോറ്റിട്ടുണ്ട്. പിന്നെ VS തോറ്റിട്ടുണ്ട്. ഒരു എത്രയോ ആളുകൾ, കരുണാകരൻ തോറ്റിട്ടുണ്ട്. അപ്പം നമ്മൾ അതൊന്നും പ്രവചിക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങനെയുള്ള അഹങ്കാരം പറയുമൊന്നുമില്ല. ഞാൻ പറഞ്ഞത്, എന്നാലും ശരി, ആ വലിയ അടിയില്ലാത്തതിൻ്റെ ഒരു കാരണം നമ്മുടെ ഈ ആളുകളുമായിട്ടുള്ള ഒരു ബന്ധം ആണെന്ന് നോക്കുമ്പോൾ, ഇയാൾ മാറുന്നെങ്കിൽ, ഇപ്പോൾ ഇത്രയൊക്കെ ആയാലും മാറുന്നെങ്കിൽ ഞങ്ങൾക്കെല്ലാം ഫൈറ്റ് ചെയ്യാൻ ഒരു ഇത് വരും. അപ്പം ആ രൂപത്തിൽ ഞാൻ സത്യം പറയാമെങ്കിൽ അങ്ങനെ നമുക്ക് കോൺഗ്രസ്സൊക്കെ, ഞാൻ ഇലക്ഷൻ മാത്രമേ ഉള്ളൂ എനിക്ക് രാഷ്ട്രീയം. പിന്നെ എല്ലാവരുടെയും MP ആണ്. ആ ഒരു ബന്ധം നമ്മളെല്ലായിടത്തും കീപ്പപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അത് വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ഞാൻ ആഗ്രഹിച്ച ഒരു ആലപ്പുഴയെ പയ്യെ മറ്റ് കോവിഡ് പോലുള്ള തടസ്സങ്ങളൊന്നും വന്നില്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കും. നമ്മുടെ തൊട്ടടുത്ത ജില്ലയാണ് കൊല്ലം. കൊല്ലത്ത് MP എന്ന് പറയുന്നത് കഴിഞ്ഞ 3 ടേമായിട്ട് അവിടെ MP ആയി ജയിച്ചുകൊണ്ടിരിക്കുന്ന പ്രേമേന്ദ്രൻ. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം വലിയൊരു വിവാദത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ പോലും പ്രധാനമന്ത്രി ഒരു 8 MP-മാരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നു, അതിൽ ഒരു അംഗമായി അദ്ദേഹത്തെ വിളിക്കുന്നു. ഇത് നമ്മുടെ രാഷ്ട്രീയമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അല്ല, അതല്ല. ഞാൻ സാധാരണഗതിയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഒരാളെ വിളിച്ച് ഭക്ഷണത്തിന് വിളിച്ചാൽ പോകുന്നതിൽ ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല, പോകേണ്ടതുമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ഷൻ വന്ന് മുഹൂർത്തത്തിൽ നിൽക്കുന്നു, കോൺഗ്രസിനെ അടിച്ച് പുറത്താക്കുന്നു, കോൺഗ്രസിൻ്റെ തന്തയ്ക്കും തരവഴിക്കും എല്ലാം വിളിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇങ്ങനെ
ഒരു കവലപ്രസംഗം കോൺഗ്രസ് നേതാവിനെ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ ഇനി പാർലമെൻറ്റ് കാണണമെങ്കിൽ ഇത് അവിടെ ഗാലറിയിൽ വന്നിരുന്ന് കാണാം എന്നൊക്കെ പ്രസംഗിച്ച് കോൺഗ്രസ് ഒരു മുന്നണിയുടെ ഭാഗം കോയമ്പത്തൂരൻ സ്വതന്ത്രനാണെങ്കിൽ പോകുന്നുണ്ട്, ഒരു തെറ്റില്ല കേട്ടോ, അദ്ദേഹം ഒരു മുന്നണിയല്ലേ. ആ മുന്നണിയിലെ നേതാക്കന്മാർ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി മറ്റ് കക്ഷിയുടെ നേതാക്കന്മാരെ വിളിച്ച് ഊണ് കൊടുക്കുന്ന ഏർപ്പാട് കാണുമ്പോൾ തിരിച്ചറിയണ്ടേ. ഞാൻ അദ്ദേഹം പോയതിൽ അതാ ഞാൻ പറയാം, പോയതിൻ്റെ സന്ദർഭത്തെയാണ്, അല്ലാതെ പോയതിനെയല്ല കുറ്റപ്പെടുത്തുന്നത്. രാഷ്ട്രീയ സന്ദർഭം കൂടി നോക്കണം. ഏതാ, നമ്മളെല്ലാം രാഷ്ട്രീയക്കാരല്ലേ. അദ്ദേഹം പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവല്ലേ. അപ്പോൾ ആ നിലയിൽ കാണണമായിരുന്നത്. എടാ, എന്നെ വിളിച്ചപ്പോൾ തന്നെ വിളിച്ചു, അതിരഞ്ജൻ ചൗധരി വിളിച്ചിട്ടുണ്ടോ? കോൺഗ്രസിന് ഞങ്ങൾ സഭാ നേതാവല്ലേ. അല്ല പോട്ടെ, കാർഗയെ വിളിച്ചിട്ടുണ്ടോ? ഇനി പോട്ടെ, കെ സി വേണുഗോപാലെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഒന്നൊന്ന് അന്വേഷിക്കണ്ടേ. അവൻ ആരെങ്കിലും വിളിച്ചോ? എന്നെ മാത്രമാണോ വിളിക്കുന്നത്? വേറെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണ്ടേ? കേട്ട പാതി കേൾക്കാത്ത പാതി ഓടി അങ്ങോട്ട് പോയതിൽ അദ്ദേഹത്തിനും ചിന്തിക്കേണ്ട അബദ്ധത്തിൽ എന്നെ വെട്ടിലിട്ട് കളഞ്ഞല്ലോ എന്നൊരു അഭിപ്രായം പറയണ്ടേ. ഇപ്പൊ ഞാനാണെങ്കിൽ അങ്ങനെ പറയത്തുള്ളൂ. ഞാൻ ഇവരൊക്കെ ഉണ്ടാവും വിചാരിച്ചാണ് പോയത്. അവിടെ എത്തിയപ്പോ ആരെയും കണ്ടില്ല, അപ്പൊ എനിക്ക് കൂടി പോരാൻ പറ്റിയില്ല എന്നൊക്കെ ഒരു ന്യായം പറയാമല്ലോ. അതുപോലും പറയാതെ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. അവിടെയാണ് പ്രശ്നം. ഏതാ, ഞാൻ നായരായതുകൊണ്ടാണ് എന്നെ ഇപ്പോൾ അങ്ങനെയൊക്കെ പറയാമോ? നമ്മൾ സ്റ്റേറ്റ് പൊളിറ്റിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പം കുറേയധികം വിമർശനങ്ങളും പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണം വന്നത് കരിമണലുമായി ബന്ധപ്പെട്ടാണ്. അത് കരിമണലും ഈ ഇതേ മണ്ഡലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കരിമണലുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ഇല്ല, അതൊന്നും അങ്ങനെ ബാധിക്കത്തില്ല. കാര്യം വെച്ചാൽ കരിമണൽ നമ്മുടെ നാടിൻ്റെ ഒരു പ്രകൃതി സമ്പത്താണ്. നമ്മളായതുകൊണ്ടല്ലേ കിടന്ന് കരിപിടി കൂടുന്ന മീഡിയക്കാർ പറയുന്നത് കേട്ടുണ്ട് അതിൻ്റെ പുറകെ പോയി നമ്മൾ വേറെ ലോകത്തിലെ ഏതെങ്കിലും രാജ്യമാണെങ്കിൽ അത് മുതൽ എക്സ്ട്രാക്ട് ചെയ്ത് കോടാനുകോടി രൂപ ഉണ്ടാക്കി. നമ്മളിപ്പോൾ പേടിച്ചിട്ട്, നമ്മൾ ഈ മീഡിയയും എല്ലാവരും കൂടി പേടിച്ചിട്ട് യഥാർത്ഥത്തിൽ ഈ എക്സ്ട്രാക്ട് ചെയ്യാൻ തന്നെ മാക്സിമം പ്രകൃതിക്ക് ദോഷം വരാത്ത നിലയിൽ എക്സ്ട്രാക്ട് ചെയ്യണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാര്യം ഇത് ഒരു 10,000 വർഷം കൂടുമ്പം കടലിൽ വരുന്ന ഒരു അണ്ടർ കറൻസിന്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ഇത് എപ്പോഴും കിട്ടത്തില്ല. പെട്രോൾ പോലെ കിട്ടാവും. അതിനേക്കാൾ വിലപിടിപ്പുള്ള ആ രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അത് പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥയിൽ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഏതാ, ഒരു സ്വകാര്യ വ്യക്തിയൊന്നും ഏൽപ്പിക്കാതെ സർക്കാർ പാർട്ടിയുടെ നയം അത് തന്നെയാണ്, പോളിസി എന്ന നയം അത് തന്നെയാണ്. ഇപ്പോൾ കരിമണൽ എടുക്കുന്നതും നമ്മൾ IREയും അതുപോലെ തന്നെ മറ്റേ KMMലും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്താണ് അത് ചെയ്യുന്നത്. അവർക്കേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് വേറെ ആർക്കും നമ്മൾ പ്രൈവറ്റ് ഏജൻസികൾക്കൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല, ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. പിന്നെ അവർ മറച്ചു വെക്കുന്നതാണ്. അത് ആർക്ക് കൊടുക്കണമെന്ന് നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾ അതും സർക്കാർ എടുക്കണമെന്ന് പറഞ്ഞാൽ ഏത് സർക്കാർ എടുക്കും? അപ്പം അത്തരത്തിലുള്ള വിദണ്ഡ ന്യായങ്ങളൊന്നും നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ കേരളത്തിലെ കഴിഞ്ഞ തവണ 33 സിറ്റിംഗ് MLAമാരെ മാറ്റി മത്സരിച്ചു. മത്സരിച്ചതിന് ശേഷം MP സിറ്റിംഗ് മന്ത്രിമാരെ മാറ്റി. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ലീഡർ, അതിനെ ലീഡ് ചെയ്യുന്ന ക്യാപ്റ്റനോടുള്ളൊരു വിശ്വാസ്യത ജനങ്ങൾക്കുണ്ടായതാണ്. നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്, പാമ്പിനെ കൊല്ലണമെങ്കിൽ എവിടെ അടിക്കണം? തലക്കടിക്കണം. അതാണ് പിണറായി നടക്കുന്നത്. മനസ്സിലായ? പിണറായി മോശക്കാരൻ, കൊള്ളക്കാരൻ, മോശക്കാരൻ, പിടിച്ചുപറിക്കാരൻ, അതാണ് അഴിമതിക്കാരൻ, ആന പൂന എന്നൊക്കെ പറഞ്ഞ് ആ വ്യക്തിയെ തകർത്താലേ നമുക്ക് കാല് കൂടി അടിച്ചു കൊല്ലാൻ പറ്റത്തുള്ളൂ. തലക്കടിച്ച് കൊല്ലണം. നിങ്ങൾ കണ്ണൂരുകാരാണല്ലോ. കണ്ണൂർ കൊള്ളത്തില്ല, മോശമാണ്, എന്താണ് എന്ന് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക. അത് ഞാൻ പറയാം, അങ്ങനെ പ്രചരിപ്പിക്കുന്ന ഒരു സമയകാലം ഉണ്ടായിരുന്നു. ഇല്ലാന്ന് പറയും. ഈ അടുത്ത കാലത്ത് ഒരാൾ നിങ്ങളെ മോശക്കാരനായിട്ട് പറഞ്ഞു, വളരെ പ്രശസ്തരായ ഒരാൾ, ഗവർണറല്ലേ പറഞ്ഞു, കുപ്രശസ്തരായ ഒരാളെന്ന് വേണേൽ പറയാം. അദ്ദേഹം പറഞ്ഞില്ലേ, കണ്ണൂർ എന്താ പറയുന്നത്, കണ്ണൂർ പാർട്ടിയുടെ ലീഡർഷിപ്പ് കണ്ണൂരാണ്, കണ്ണൂരെ മൊത്തം കൊള്ളത്തില്ല എന്ന് വന്നാൽ ബാക്കി സ്ഥലത്ത് പിന്നെ എല്ലാം പിന്നീട് മോശമാക്കി എടുക്കാൻ നമുക്ക്. ഇത് മോശമാക്കിയാലേ അത് മോശമാക്കാൻ പറ്റത്തുള്ളൂ. ഇതൊരു സൈക്കോളജിക്കൽ അറ്റാക്കാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊന്നും ഞങ്ങൾ ഉറച്ച പാർട്ടിക്കാരും വീഴത്തില്ല. ഈ താങ്കൾ SFIയിലൂടെ വളർന്നു വന്ന ആളാണ്, വലിയ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അച്ഛൻ പോലീസായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ
പോലീസിന്റെ ക്വാർട്ടേഴ്സിൽ ഇരുന്ന് സമരം ചെയ്തതിന്റെ പേരിൽ പോലീസ് മാറ്റുകയും ഇറക്കി പോലീസുകാരെ അടിച്ചിട്ടുണ്ട്, ആശുപത്രിയിൽ കിടന്നിട്ടുണ്ട്, ജയിലിൽ ജയിലിൽ കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പോരാട്ടം നടത്തിയ. പക്ഷെ ഇപ്പൊ ഗവർണർക്കെതിരെ നടത്തുന്ന ഈ സമരം യഥാർത്ഥത്തിൽ എല്ലാവരും പോയി കരിങ്കൊടി കാണിക്കുന്നു SFI. അല്ല, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതൊരു വിഷയമായി നമ്മൾ കാണേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഗവർണർക്ക് സെനറ്റിലേക്ക് കുറെ പേരൊക്കെ നോമിനേറ്റ് ചെയ്തു. 11 പേര്. ആ 11 പേരെ നോമിനേറ്റ് ചെയ്തു. ഗവർണർക്ക് ഇവിടെ ഒരാളെ മൂലം പരിചയമില്ലല്ലോ ഈ നാട്ടിൽ. ഇല്ല, ഇപ്പൊ BJP ഓഫീസ് കൊടുക്കുന്ന ലിസ്റ്റ് പ്രശ്നം തീർന്നു. ഞാനിത് വി രാജേഷിനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളാണോ ലിസ്റ്റ് കൊടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രശ്നം തീർന്നു. എനിക്കിവിടെ ഈ കൊടുത്തവരെ അറിയാം, അതിനകത്ത് വളരെ നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള കലാതിലകം ഇത് അതുപോലെ തന്നെ വിവിധ തുറകളിൽ ഇത് പ്രാവീണ്യം നേടിയിട്ടുള്ള ആളുകളെയൊക്കെ പേര് വെട്ടിയിട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹം മനസ്സിലാക്കാത്ത കുറച്ച് പേരുടെ പേര് 11 പേരുടെ പേര് എഴുതി കൊടുത്തു. അത് BJP ഓഫീസിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞ പ്രശ്നം തീർന്നു. ഇത് പാർട്ടി ഓഫീസിൽ തന്നെ ലിസ്റ്റ് പലതും കൊടുക്കുക, CPM കൊടുക്കുന്നില്ല. CPM കൊടുക്കാം, CPM കൊടുക്കുന്നുണ്ട്. ഞാൻ കൊടുക്കാൻ പാടില്ലെങ്കിലും CPM ഒരു മെഷീനറി ഉള്ളതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും പിന്നെ ഭരണകക്ഷിയാണ്. ഭരണകക്ഷി ഇദ്ദേഹം ഭരണകക്ഷിയല്ലല്ലോ, പക്ഷെ ഗവർണറാണ്, ചാൻസലർക്ക് എവിടെ നിന്ന് കിട്ടിയ സോഴ്സ്? ആര് തന്ന സോഴ്സ്? ഒരു പറഞ്ഞാൽ മതി. എന്നെ നിയോഗിച്ചിരിക്കുന്ന ആളുകൾ എൻ്റെ ഗവൺമെന്റ്, ഞാൻ സെൻട്രൽ ഗവൺമെന്റ് എനിക്ക് തന്ന ലിസ്റ്റ് ഞാൻ കൊടുത്തു എന്ന് പറയട്ടെ. അവിടെ തീരും പ്രശ്നം. അവിടെ തീരട്ടെ എന്ന് കഴിഞ്ഞിട്ടല്ലേ ബാക്കി കാര്യം. അപ്പം കേസ് വരുമല്ലോ. ഏതാ പോളിസി പ്രശ്നം അവിടെയാണ്. കോടതി തീരുമാനിക്കട്ടെ ബാക്കി. സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ കയറി നാമനിർദ്ദേശം ചെയ്യാൻ ഗവർണർ ത്രൂ നാമനിർദ്ദേശം ചെയ്യാൻ വേണ്ടി ഭരണഘടന അനുശാസിക്കുന്നുണ്ടോ, നിയമം അനുശാസിക്കുന്നുണ്ടോ? ഈ പ്രശ്നം ബാക്കി കോടതി തീരുമാനിക്കട്ടെ. കോടതി പോയി തീരുമാനിക്കാൻ എളുപ്പമാണല്ലോ. ഇത് എവിടുന്നാണെന്ന് പറയുന്നില്ല. കുറേ അറിയപ്പെടുന്ന ക്രിമിനൽസിനെ എല്ലാം നോമിനേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അയാൾ വലിയ വിദ്യാഭ്യാസ സംരക്ഷകരാണെന്ന് സ്വയം മേനി നടിക്കുന്നു. അപ്പം വിദ്യാർത്ഥികൾ സ്വാഭാവികമായും പ്രതിഷേധിക്കും. അത് ഇദ്ദേഹത്തെ പോയി വ്യക്തിപരമായി ആക്രമിക്കില്ല. പോകുന്ന വഴിക്ക് ഇപ്പോൾ KSUകാർ ചെയ്യുന്ന പോലെ വരുന്ന വണ്ടിക്ക് വട്ടം ചാടി വണ്ടി ആക്രമിക്കുകയൊന്നും അല്ലല്ലോ. പോകുമ്പോൾ ഒരു കരികൂടി വീശുന്നു. അത് സാധാരണഗതിയിൽ എല്ലാവരും വീശുന്നില്ല. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നോളൂ. ഈ രക്ഷാപ്രവർത്തനത്തിനൊന്നും ചാൻസ് കൊടുക്കുന്നില്ല എന്നല്ല. അല്ല, അതിപ്പോ പിന്നെ രക്ഷാപ്രവർത്തനം നടത്തേണ്ട രീതിയിൽ ഇവർ ചെയ്യുന്നില്ലല്ലോ. അതല്ല, നമ്മളിപ്പോ നിങ്ങൾ ഒരു രക്തസാക്ഷിയെ ഒപ്പിച്ചെടുക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസും കൂടെ നടത്തിയ ശ്രമം ഒന്ന് കാണണമായിരുന്നു. അപ്പോഴാണ് രക്ഷാപ്രവർത്തനത്തിൻ്റെ യഥാർത്ഥ സ്പിരിറ്റ് മനസ്സിലാകത്തുള്ളൂ. വണ്ടിക്ക് വട്ടം ചാടി ഒരാൾ ചത്തുപോയിരുന്ന എന്താ സ്ഥിതി നിങ്ങൾ കാണുന്നില്ലേ? പതിയിരുന്ന് ചാടുകയാണ്. ആ ഡ്രൈവർ സൂക്ഷ്മത പുലർത്തിയില്ലെങ്കിലോ? രക്ഷാപ്രവർത്തനത്തിൻ്റെ പ്രസക്തി അവിടെയാണ്. അപ്പോൾ അതുപോലൊന്നും ഈ കുട്ടികൾ ചെയ്യുന്നില്ലല്ലോ. ഈ കുട്ടികൾ അവിടെ കാണിക്കുന്നില്ലോ. മത്സരിക്കാനുണ്ടാവും എന്നുള്ള പ്രതീക്ഷിക്കുന്നു. മത്സരിക്കുകയാണെങ്കിൽ വലിയ വിജയം നേടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവിധ വിജയാശംസകളും. ഓക്കെ, താങ്ക് യു. രാജേഷിൻ്റെ എല്ലാ നല്ല ചോദ്യങ്ങളായിരുന്നു, നല്ല ഉത്തരങ്ങൾ പറയാൻ. ഓക്കെ, താങ്ക് യു.